ആദ്യത്തെ ദൈവം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമ്മള് ICS അടുത്തുള്ള ഒരു പോത്തൻ കട. ഈ സിഗ്നൽ എന്താ എത്ര നേരം എടുക്കും? ഒരു 5 കിലോമീറ്റർ അങ്ങനെ കിലോമീറ്റർ കുറഞ്ഞ് ആ സെക്യൂരിറ്റി ഒന്നും ഇല്ല ഞാൻ പറഞ്ഞു തരത്തില്ല. ഇതുവരെ ആർക്കും വഴി അറിയത്തില്ല. എന്താ അല്ലയോ ആ വയലിൽ കേറുമ്പോ അവിടെ ഒരു പന്ന റോഡുണ്ട്. റോഡിൽ കേറി ഇറങ്ങുമ്പോ നേരത്തെ ഈ സംഭവം ഒന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പണി വയലുകൾ. എന്റെ ക്യാമറ എനിക്കുണ്ട് കേട്ടോ ക്യാമറ. മനപ്പൂർവ്വം വഴി നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി മനപ്പൂർവ്വം കൊണ്ടുവരും. ഞാൻ അവിടെ പോയിട്ട് ലൊക്കേഷൻ അങ്ങ് മാർക്ക് ചെയ്യും മാപ്പിൽ. അയ്യോ മനപ്പൂർവ്വം ചുറ്റിക്കുന്ന തോടോ തോട് ഏവലക്കര ഗ്രാമപഞ്ചായത്ത്. പോത്തങ്കാൽ കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ കട്ട്ലറ്റിൽ ഒതുക്കി. മണ്ടറത്തുരുത്ത് നമ്മുടെ എവിടെയാണ് പോകുന്നത്? മണ്ടറത്തുരുത്ത് നമ്മുടെ ഷാപ്പില്ല, ഷാപ്പ് അപ്പുറത്തുള്ളത്. അവസാനം ആദ്യത്തെ ദേവൻ നമ്മളെ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഹോട്ടൽ കൗണ്ട് ഓഫ് മൺട്രോ. കൗണ്ട് ഓഫ് മൺട്രോ ഒരു ഫാമിലി റൺ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ അമ്മയും കുറച്ച് ചേച്ചിമാരും ഒക്കെ ചേർന്നിട്ടാണ് ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഇവിടുത്തെ ടേസ്റ്റ്. ആ മീൻ കറിയും കൊഞ്ച് തീയലും തോരനും അവിയലും കപ്പയും എൻ്റെ അമ്മ സൂപ്പർ ടേസ്റ്റായിരുന്നു. എനിക്ക് എന്തായാലും ഊണ് വേണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഊണ് കുറച്ച് തണുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ആർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാരിയില്ല, തണുപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ആ ടേസ്റ്റ് തണുത്ത് പോയാലും നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു പുളിശ്ശേരിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ സ്പെഷ്യൽ പുളിശ്ശേരി എന്നാണ് പറഞ്ഞത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഊണ് മാത്രമല്ല, ഞങ്ങൾ പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തു, പിന്നെ ബീഫ് കറി, ഡക്ക് കറി, പ്രോൺ റോസ്റ്റ്, കക്ക തോരൻ എല്ലാം പറഞ്ഞു കേട്ടോ. എല്ലാം നല്ലതായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയേണ്ട ഇവിടുത്തെ ബീഫ് കറിയാണ് കേട്ടോ. ഈ ബീഫ് വലിയ ഇഷ്ടമില്ലാത്ത എനിക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്രയും സോഫ്റ്റും സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇവിടുത്തെ മെനു കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ ഓൾറെഡി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആൻഡ് ആ ഉള്ള ഐറ്റത്തിൻ്റെ തന്നെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. കരിമീൻ ഫ്രൈയും ഡക്ക് കറിയും ബീഫ് ഫ്രൈയും ബീഫ് കറിയും ഒക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ ഫുഡ് മാത്രമല്ല ബോട്ടിങ്ങും യോഗയും ഒക്കെ ഉണ്ട് കേട്ടോ. കഴിക്കാൻ പറ്റില്ല പാവം. ഒട്ടും പ്രതീക്ഷിക്കാത്തത് ഈ കുഞ്ച് തീയലാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് അടിപൊളി. അതെ അതെ. ഫുഡ് എങ്ങനെയുണ്ട്? എന്താണ് കഴിക്കണേ? വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്നത്. ടേസ്റ്റ് കൊണ്ട് ഭയങ്കര പ്രതീക്ഷയായി. ഇനി പ്രതീക്ഷയോടായിരിക്കും ഇവിടെ വരുന്നത്. ഓ ഇതെന്താണ്? കപ്പയും താറാവിൻ്റെ കറി.